വിജയരഹസ്യത്തിലേക്ക് സ്വാഗതം. വിജയരഹസ്യത്തിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പമുള്ളത് ശ്രീ ബോണി കണ്ണോത്താണ്. അദ്ദേഹം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ മൈൻഡ് പവറിനെ കുറിച്ചും മനഃശക്തി എങ്ങനെ ജീവിത വിജയത്തിന് അനുകൂലമായി ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഈ എപ്പിസോഡിൽ നമ്മൾക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ, നമ്മളുടെ ജീവിത വിജയത്തിന്, നമ്മൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ എങ്ങനെ മനഃശക്തി ഉപയോഗിക്കാം, ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം മൈൻഡ്സ് അഥവാ മാൻ ക്യാച്ചേഴ്സ് ഇൻഡിവിജ്വൽ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ട്രെയിനറാണ്. സാർ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം, വീണ്ടും സ്വാഗതം. സാർ, എങ്ങനെയാണ് നമ്മൾക്ക് മനഃശക്തി പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഈ നമ്മളുടെ ജീവിത വിജയത്തിന് എത്രമാത്രം ഇത് നമ്മൾക്ക് ഫലപ്രദമായി ഇതെങ്ങനെ ഉപയോഗിക്കാം? അതായത് മൈൻഡ് പവർ നമ്മളുടെ നേട്ടങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം. ഞാൻ അതിനു മുമ്പ് എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ബേസിക്കലി ഒരു തിങ്കർ അല്ലെങ്കിൽ ഒരു ഡ്രീമറാണ്. അപ്പോൾ സ്കൂളിൽ പഠിച്ച കാലത്ത് ഞാൻ പഠിച്ചിരുന്നതൊക്കെ ബോംബെയിലാണ്. അപ്പോൾ വൈകുന്നേരം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പോയി ഇരിക്കും. ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് കഴിഞ്ഞാൽ നേരെ മുമ്പിൽ കാണുന്നത് അവിടുത്തെ ഒരു 7 സ്റ്റാർ ഹോട്ടലാണ്, താജ് ഇൻ്റർനാഷണൽ ഹോട്ടലാണ്. എൻ്റെ ഒരു ഹോബിയാണ്. അവിടെ നിന്നുണ്ട് ഈ ഹോട്ടലിൽ വരുന്ന റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്യുക. വലിയ വലിയ കാറുകൾ വന്ന് നിൽക്കുന്നു, അതിൽ നിന്ന് അറബികൾ വന്ന് ഇറങ്ങുന്നു, അകത്തേക്ക് പോകുന്നു, പുറത്തേക്ക് വരുന്നു. എൻ്റെ ഒരു ടൈം പാസ്സായിരുന്നു ഇവരെ നോക്കിയിരിക്കുക എന്നുള്ളത്. അതെ, കാരണം ഞാനൊരു ആവറേജ് ഫാമിലി ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് റിച്ച് ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ റിച്ചസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഒബ്സർവ് ചെയ്യും ഞാൻ. എന്നിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. ഞാൻ ഒരു കാലത്ത് ഈ ഹോട്ടലിൽ പോകുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതും, ഇതൊരു വല്ല വണ്ടി കയറി പോകുന്നതും, അവിടെ ഊണ് കഴിക്കുന്നതും, അവിടെ താമസിക്കുന്നതായിട്ടുള്ള ഞാൻ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. ഇത് തമാശ വെച്ചാൽ അന്ന് എനിക്ക് മൈൻഡ് പവറിൻ്റെ എഫക്റ്റ് ഒന്നും അറിയില്ല. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. പലപ്പോഴും നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അതിനടുത്തൊരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, എല്ലാവരും അങ്ങോട്ട് പോകും. പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ നേരെ റോഡ് ക്രോസ് ചെയ്ത് ഈ ഹോട്ടലിൽ കയറും. ഈ സ്റ്റാർ ഹോട്ടലിൽ കയറി അവരുടെ ടോയ്ലറ്റിൽ പോയി യൂസ് ചെയ്തിട്ട് പുറത്ത് വരും. റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കും, എന്നിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. ഒരു ദിവസം തന്നെ അവിടുത്തെ സെക്യൂരിറ്റി വലിച്ച് പുറത്തിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആർഗ്യം, എന്തിനാ വലിച്ച് പുറത്തിടുന്നത്? ഞാൻ വല്ല തെറ്റ് ചെയ്തോ? ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതും അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നും അവിടെ മെനു കാർഡിൽ ഒരു റേറ്റ് എഴുതിയിട്ടില്ല. അതവർ ചോദിക്കുകയാണെങ്കിൽ അതിന് പേ ചെയ്യാൻ തയ്യാറായി. ഇങ്ങനെയൊക്കെയാണെന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. റോഡിൽ കൂടി പോകുമ്പോഴത്തേക്കും ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പബ്ലിക് ടോയ്ലറ്റിൽ കയറില്ല. നല്ലൊരു ഹോട്ടലിൽ കയറും, അവിടെ ടോയ്ലറ്റ് ഉപയോഗിക്കും, ഒരു ഗ്ലാസ് വെള്ളം അവിടെ നിന്ന് കുടിക്കും. ഇതൊക്കെയായിരുന്നു എൻ്റെ ഹാബിറ്റ്. അതുപോലെ നല്ലൊരു ഇമ്പോർട്ടഡ് കാർ വഴി കാണണമെങ്കിൽ ഞാൻ അടുത്ത് പോയി നിൽക്കും, അത് ചാരി നിൽക്കും, ആസ് ഇഫ് ഇറ്റ് ഈസ് മൈ ഓൺ കാർ. എന്നെ മനസ്സിലായി സങ്കല്പിക്കും, ഇതെൻ്റെ കാറായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നാണ് എന്ന രീതിയിൽ ഞാൻ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഞാൻ മാരി ചെയ്തു. മാരി ചെയ്തപ്പോൾ എൻ്റെ വൈഫിന് ജോലി കിട്ടിയത് ഈ ഹോട്ടലിലാണ്. അങ്ങനെ എല്ലാ ദിവസവും വൈഫിനെ അവിടെ ഡ്രോപ്പ് ചെയ്യാനും പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പോകും. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ഹോട്ടലായിട്ട് ഒരു ബന്ധം എനിക്കുണ്ടായി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു ഫോറിൻ ഡിപ്ലോമയായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ ഓസ്ട്രേലിയയിൽ പോയി. അവിടെ ചെന്നപ്പോഴും പലപ്പോഴും ടൂർ പോകുമ്പോഴത്തേക്കും താമസിക്കുന്നത് സ്റ്റാർ ഹോട്ടലിലാണ്. വളരെ VIP ആയിട്ട് നമുക്ക് ഇടപെടാൻ സാധിച്ചു. ഇമ്പോർട്ടഡ് കാറ് വാങ്ങി അവിടെ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലെ എന്ത് വിഷ്വലൈസ് ചെയ്തു, എൻ്റെ ഡ്രീം ചെയ്തു, അതുപോലെയൊക്കെ തന്നെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ തുടങ്ങി. റൈറ്റ്. അത് കഴിഞ്ഞ് മൈൻഡ് പവർ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു, ഞാനത് യൂസ് ചെയ്തിരുന്നു. പലപ്പോഴും ഞാൻ ഈ മൈൻഡ് പവർ നെഗറ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അറിയാതെ. അതുപോലെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് ലൈഫിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെ ആവശ്യമുണ്ട് ഞാനത് വിഷ്വലൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഇന്നത്തെ ഈ പ്രോഗ്രാം വരെ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു 6 മാസം മുമ്പ് ഞാൻ വിഷ്വലൈസ് ചെയ്ത എൻ്റെ മോളുടെ ഇവിടെ ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് വരുമ്പോഴത്തേക്കും ഞാൻ സ്വന്തം ഇവിടെ ഈ സ്ഥലത്ത് നിന്ന് ഇതിലൊരു പ്രോഗ്രാം കൊടുക്കാനായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്തിരുന്നു. അതിന്ന് യാഥാർത്ഥ്യമായി. ഇതാണ് പവർ ഓഫ് യുവർ മൈൻഡ്, അല്ലെങ്കിൽ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം, ഉപബോധ മനസ്സ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും വിജയം വേണമെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്: നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി മനസ്സിലാക്കുക, എന്നിട്ട് അത് ഉപയോഗിക്കുക. ഡോക്ടർ അബ്ദുൽ കലാം പുള്ളി ഒത്തിരി ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. പുള്ളി ഇന്ന് സംസാരിക്കുന്നതിനെ പറ്റിയാണ് ഡ്രീം. പുള്ളി ചോദിക്കുന്നത്, ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താ? ഭക്ഷണത്തിനാണോ, വസ്ത്രത്തിനാണോ, വീടിനാണോ? എല്ലാവർക്കും ഇതെല്ലാം ഉണ്ട്. വാട്ട് ഇസ് ദ പോവർട്ടി? ഈസ് ദ ബിഗസ്റ്റ് പോവർട്ടി ഈസ്
പീപ്പിൾ ഡോണ്ട് ഹാവ് റിച്ച് ഡ്രീംസ്. 20 വർഷം മുമ്പ് നമ്മളെ പാരൻസ് എന്ത് ഡ്രീം ചെയ്തു അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ന് നമ്മൾ എന്ത് ഡ്രീം ചെയ്യും, വിഷ്വലൈസ് ചെയ്യും, അതാണ് 20 വർഷം കഴിഞ്ഞ് നമ്മളുടെ വരുന്ന തലമുറകൾ അനുഭവിക്കാൻ പോകുന്നത്. സോ ഡ്രീം, ഇറ്റ്സ് മൈൻഡ് പവർ. ഡ്രീം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നം കാണാത്ത മനുഷ്യരുണ്ട്. രാത്രി ഉറങ്ങുമ്പോഴത്തേക്ക് എന്തോരം സ്വപ്നം കാണുന്നത്. ഓരോ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സ്വപ്നം കാണുന്നുണ്ടെന്ന് പറഞ്ഞത് ഇതൊന്നും നമുക്ക് ഓർമ്മയില്ല. ചില സ്ട്രോങ് ആയിട്ട് സ്വപ്നങ്ങൾ മാത്രമേ ആളുകൾക്ക് ഓർമ്മയുണ്ട്. ഈ സ്വപ്നങ്ങൾ തന്നെ വരുന്നതാണ്. ഇത് ബ്രെയിൻ്റെ ഒരു ഫംഗ്ഷനാണ്. സ്വപ്നങ്ങളില്ലെങ്കിൽ മനുഷ്യൻ ഭ്രാന്ത് പിടിക്കും. പ്രഷർ കുക്കറിൽ പ്രഷർ എന്ന് പറയുമ്പോഴത്തെ സേഫ്റ്റി വാൾ പോലെയാണ് ഈ സ്വപ്നങ്ങൾ മനുഷ്യൻ്റെ ബ്രെയിനിന്. ഓക്കെ, ഞാൻ പറയുന്ന സ്വപ്നം അതല്ല. ഇറ്റ് ഈസ് നോട്ട് ഓൾസോ ഡേ ഡ്രീമിങ്. പലരും പകലിരുന്ന് പകൽക്കിനാവ് കാണാറുണ്ട്, ഇതിന് റിസൾട്ട്സ് ഇല്ല. ഈ ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഡ്രീമാണ്. ചിന്തകൾ തീപ്പൊരി പോലെയാണ്. ഒരു ദിവസം ഒരു 10,000 ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്നുണ്ട്. ഇതിനൊന്നും ശക്തിയില്ല. തീപ്പൊരി നോക്കിയേ, എന്തൊരു ലൈഫുണ്ട് അതിന്, കൂടിയ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്. പക്ഷേ ഈ ചിന്തകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മെഴുകുതിരിയുടെ തീ പോലെ, ഇതിൽ എനർജി ഉണ്ട്, ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തകൾ ഇതുപോലെ തീപ്പൊരി പോലെ ആകരുത്, ഈ മെഴുകുതിരിയുടെ തീ പോലെ ആയിരിക്കണം. അപ്പം നമ്മൾ ലൈഫിൽ എന്ത് ആഗ്രഹിക്കുന്നു, എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു, അത് ഇതുപോലെ ഈ തീ പോലെ സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വപ്നം കണ്ടു നടക്കണം. അത് എൻഡ് റിസൾട്ട്സ് മനസ്സിൽ കാണുന്നു. നിങ്ങൾ ലൈഫിൽ എന്ത് ആഗ്രഹിക്കുന്നു അത് ലഭിച്ചതായിട്ട് മനസ്സിൽ കാണുക. ഇതാണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞത്. ഇന്ന് ചില ടെക്നിക്സ് ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈ സ്ട്രോങ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഡീറ്റെയിലോടും കൂടി നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ട അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മുടെ ലൈഫിൽ എന്ത് വേണം, അതിന് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം. പേഴ്സണൽ ലൈഫിൽ, ഫാമിലി ലൈഫിൽ, ജോലി സ്ഥലത്ത്, ഇതിനെല്ലാത്തിനും നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ നമ്മളൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ ഉപബോധ മനസ്സിനെ ഉണർത്തുക. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളൊരു കാര്യമാണ്, ആർക്കും പഠിക്കാവുന്ന സംഗതിയാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ ബ്രെയിനിൻ്റെ സ്പീഡ് നമ്മൾ കുറയ്ക്കാം. ഇപ്പം നമ്മളെല്ലാവരും ബീറ്റ ലെവലിലാണ്. ഇപ്പം നമ്മുടെ ബ്രെയിൻ സ്പീഡ് ഈസ് എബവ് 14 സൈക്കിൾ പെർ സെക്കൻഡ്. സാർ ഒന്ന് വിശദീകരിക്കും. ഈ ബീറ്റ ലെവലും ആൽഫ ലെവലും ഒക്കെ പറയാറുണ്ട് സാർ. എനിക്ക് പക്ഷേ പ്രേക്ഷകർക്ക്, സാധാരണക്കാരായ പ്രേക്ഷകർക്ക് ഈ ബീറ്റ ലെവൽ ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ആൽഫ ലെവൽ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അതൊന്ന് വിശദീകരിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് ഈ ബീറ്റ ലെവൽ ഓഫ് മൈൻഡ്, ആൽഫ ലെവൽ? അപ്പോൾ നമ്മൾക്ക് മനസ്സ് നമ്മെ 2 ഭാഗമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. ബോധ മനസ്സ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ്. അധികവും ഇപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ബോധ മനസ്സാണ്. ഇപ്പം നമ്മൾ രണ്ടുപേരുടെയും ആക്റ്റീവായിട്ടുള്ളത് ബോധ മനസ്സാണ്. അതെ, ബോധ മനസ്സ് ഭയങ്കര ആക്റ്റീവാണ്. ഓൾവേസ് ബിസി ലൈക്ക് എ വേവ് ഇൻ എ ബീച്ച്. എപ്പോഴും തിരക്കാണ്, എന്തെങ്കിലും ചിന്തിക്കുന്നു. മനസ്സിലായി? ഉപബോധ മനസ്സ് സൈലൻ്റാണ്. ഇറ്റ് ഈസ് ഡീപ്പ് ആൻഡ് മില്യൺ ടൈംസ് പവർഫുൾ ദാൻ കോൺഷ്യസ് മൈൻഡ്. ബോധ മനസ്സിലും മില്യൺ ടൈം പവർഫുള്ളാണ്. മനസ്സിലായി? നമ്മൾ അധികം ഉപയോഗിക്കുന്നത് ഈ കോൺഷ്യസ് മൈൻഡാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഉപബോധ മനസ്സിൻ്റെ ഫങ്ഷൻസ് അത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ നമ്മുടെ ലെവല് ബീറ്റ ലെവലാണ്. ഇപ്പം നമ്മളെ ബ്രെയിൻ സൈക്കിൾസ് വിൽ ബി അബവ് 14 സൈക്കിൾ പെർ സെക്കൻഡ്. ഇതൊരു 32 വരെയൊക്കെ പോകാം. ഭയങ്കര വികാരം കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും, ദേഷ്യപ്പെടുമ്പോഴത്തേക്കും, എക്സൈറ്റ്മെൻ്റ് ഉള്ളപ്പോൾ ഇറ്റ് മേ ബി 32 or 35. ഇത് നമ്മൾ കുറച്ച് അൽഫ ലെവലിലേക്ക് കൊണ്ടുവരണം. അൽഫ ലെവലിൽ നമ്മുടെ സ്പീഡ് 7-നും 4-നും എടുക്കാം. ബിറ്റ്വീൻ 7 and 4 സൈക്കിൾ പെർ സെക്കൻഡ്. അപ്പോൾ ഇത് മെഡിറ്റേഷനിൽ കൂടി നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഇത് അവസ്ഥ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ, നമ്മളൊരു ഉറക്കം തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. രാവിലെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ പാതി ഉറക്കം പാതി ഉണർന്ന് കിടക്കില്ലേ, ആ സ്റ്റേജിൽ നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് പാതി വർക്ക് ചെയ്യുന്നുള്ളു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കില്ലേ, ആ സമയത്തൊക്കെ ഈ പറഞ്ഞ ഉപബോധ മനസ്സ് ആക്റ്റീവാണ്. സാർ, ഈ ഉപബോധ മനസ്സിൻ്റെ അത് പറഞ്ഞല്ലോ സാർ, വളരെയധികം ഒരുപക്ഷെ ബോധ മനസ്സിനേക്കാൾ നമ്മൾ ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തികളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ഉപബോധ മനസ്സെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഉപബോധ മനസ്സിൻ്റെ സ്വാധീനത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. ഡേ ടു ഡേ ലൈഫിൽ അതിൻ്റെ സ്വാധീനം മൂലമാണ് ഞാൻ ഇന്ന പ്രവൃത്തി ചെയ്യുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ പെരുമാറ്റവും സംസാരവും നമ്മളുടെ രീതി, നടപ്പ്, ഇതൊക്കെ ഈ ഉപബോധ മനസ്സ് സ്വാധീനിക്കുന്നില്ലേ? നമ്മുടെ ബോധ മനസ്സാണ് ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നത്. അത് ശരി. അതെ, ഇത് നമ്മൾ ഒരു ക്യാമറ ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ ക്യാമറയ്ക്ക് ഒരു ഫിലിം ഉണ്ട്, ലെൻസ് ഉണ്ട്, ഇല്ലേ? ഈ ലെൻസാണ് തീരുമാനിക്കുന്നത് ഏത് പടം എടുക്കേണ്ടതെന്നുള്ളത്, ഇല്ലേ? എങ്ങോട്ട് തിരിക്കുന്നു ആ ഫിലിം ആ പടം എടുക്കും. ഫിലിമിൽ നമ്മൾ എന്ത് പടം കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യും, ഇല്ലേ?
അത് തീരുമാനിക്കുന്നില്ല ഏതാ പടം എടുക്കേണ്ടതെന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ ബോധ മനസ്സും ഉബോധ മനസ്സും. ബോധ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നു എന്ത് പിക്ചറാണ് ഉബോധ മനസ്സിന് കൊടുക്കേണ്ടത്. നമ്മൾ എന്ത് പടം കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ ലോജിക് തിങ്കിങ് ഇല്ല. ഇത് ഉപബോധ മനസ്സിലേക്ക് നമുക്ക് കടത്തിവിടാവുന്ന എന്തൊക്കെയാണ് വിഷ്വൽസ്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ കാണണം, കേൾക്കണം, ചിന്തിക്കണം, ഇതൊക്കെ നമുക്ക് ഈ ഓപ്പൺ ചെയ്യുന്നത് ബോധ മനസ്സിലൂടെയാണെന്നാണ്. അപ്പൊ ബോധപൂർവം എന്തിനെ നമുക്ക് മാറ്റിയെടുക്കാമല്ലോ. ബോധപൂർവം നമ്മൾ സെലക്ട് ചെയ്യണം നമുക്ക് ആവശ്യമുള്ള എന്താണെന്നുള്ളത്. അത് ശരി. നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ടുള്ള നമുക്ക് നേട്ടങ്ങൾ നേടുന്ന പിക്ചേഴ്സ്, ചിന്തകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബോധ മനസ്സ് കണ്ട ചപ്പും ചവറും തോന്നിയ എല്ലാ ചിന്തകളും ചിന്തിക്കുന്നുണ്ട് ഈ പിക്ചറെ കൊടുക്കുന്നത്. അധികം നെഗറ്റീവായിട്ടുള്ള പിക്ചറാണ് കൊടുക്കുന്നത് ഉബോധ മനസ്സിന്. ഉബോധ മനസ്സ് അത് ചെന്ന് അവത്തിൽ വർക്ക് ചെയ്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്ത് തരും. നീ എന്ത് വിശ്വസിക്കുന്നു എൻ്റെ ലൈഫിൽ സംഭവിച്ചിരിക്കും. നിന്റെ വിശ്വാസം നിന്നെ പുറപ്പിക്കട്ടെ. നീ നെഗറ്റീവുള്ള കാര്യം വിശ്വസിക്കണമെങ്കിൽ ഉബോധ മനസ്സ് അത് ആക്ച്വലൈസ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ബോധപൂർവ്വം ഒരു ശ്രമം നടത്തണം. നമ്മൾ നല്ലത് കാണുക, നമ്മൾക്ക് ഉപകാരമുള്ളത് കേൾക്കുക, നല്ല വാക്കുകളും നല്ല സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ അല്ലേ. ബോധ മനസ്സുകൊണ്ട് നമ്മൾ സ്ക്രീൻ ചെയ്യുക. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഈവൻ നമ്മൾ സംസാരിക്കുന്നതും നമ്മളുടെ വിശ്വാസങ്ങളും സ്ക്രീൻ ചെയ്യുക. പിന്നെ നമുക്കൊരു ഇന്നർ കൺവെർസേഷൻ ഉണ്ട്. അതെ, നമ്മുടെ എല്ലാവർക്കും ഇന്നർ കൺവെർസേഷൻ ഉള്ളിൽ സംസാരിക്കുന്നത്. ഇത് വളരെ എഫക്റ്റീവാണ്. സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ടാകില്ല, പറ്റില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ പറയുകയാണെങ്കിൽ ഇത് ഈ ഇൻസ്ട്രക്ഷനാണ് നമ്മൾ ബോധ മനസ്സിൽ കൊടുക്കുന്നത്. അവൻ അത് ആക്ച്വലൈസ് ചെയ്ത് തരും. ഇപ്പം ഇവിടെ തന്നെ ഈ ഷൂട്ടിങ്ങിനെ വരുമ്പോഴത്തേക്കും എനിക്ക് പേടിയാവുന്നു, എനിക്ക് സ്ട്രെസ്സാണ്, എനിക്ക് ഭയപ്പെടുന്നു, ഈ ഇൻസ്ട്രക്ഷൻ എൻ്റെ മനസ്സിൽ കൊടുത്തിരുന്നെങ്കിൽ അവൻ അത് വരുത്തി തരും. എൻ്റെ ദേഹത്ത് വേർപ്പ് വരുത്തിയാണ്. പക്ഷേ ഇവിടെ ഞാൻ കൊടുത്തത് പോസിറ്റീവ് സജഷൻസാണ്. എന്നെ കൊണ്ടാകും, നല്ലൊരു ഷോട്ടായിരിക്കും, നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും. എങ്ങനെ ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് ഐ ആം ഹാപ്പി ആൻഡ് റിലാക്സ്. അപ്പോൾ അത് ബോധ മനസ്സിൻ്റെ ഒരു ഡ്യൂട്ടിയാണല്ലേ. നമ്മൾ ബോധ മനസ്സ് സെലക്ട് ചെയ്തിട്ട് ഉബോധ മനസ്സിന് എന്ത് കൊടുക്കുന്നു അത് അകത്ത് ചെന്ന് വർക്ക് ചെയ്യും. ഉബോധ മനസ്സാണ് നമ്മുടെ ലൈഫും ശരീരവും നിയന്ത്രിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും നിയന്ത്രിക്കുന്നത് ഉബോധ മനസ്സാണ്. ഓരോ പാർട്സും ഫങ്ഷൻ ചെയ്യുന്നത് അതിന് നിയന്ത്രിക്കുന്നത് ഉബോധ മനസ്സാണ്. എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു പുള്ളി കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വായിൽ വെള്ളം വരും, ഇല്ലേ? എന്തിനാണ് വായിൽ വെള്ളം വരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? വായിൽ വെള്ളം വരുന്നത് എല്ലാവർക്കും അറിയാം. എന്തിനാണ് വെള്ളം വരുന്നത്? പുള്ളി വായിൽ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റുമോ? ഇല്ല. മൗത്ത് ഡ്രൈ ആണെങ്കിൽ പുള്ളി നമുക്ക് കടിക്കാനും പോലും പറ്റില്ല. അപ്പോൾ കൂടുതൽ ഉമിനീരുണ്ടെങ്കിലേ നമുക്ക് പുള്ളി കഴിക്കാൻ പറ്റുള്ളൂ. കാര്യം പറയുമ്പോൾ തന്നെ അതാണ്. അപ്പോൾ പുള്ളിയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴോ കാണുമ്പോഴോ ഉടനെ ഉബോധ മനസ്സെന്ത് ചെയ്യും? ഈ സലിവ ഗ്ലാൻഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ദേ പുള്ളി വരുന്നുണ്ട്, കുറച്ച് സലിവ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ആയി റെഡി ആയിരിക്കാം. മനസ്സിലായി? അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, എന്ത് കേൾക്കുന്നു, ഇത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. ഒരുതരം കണ്ടീഷനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഉപബോധ മനസ്സിനെ കണ്ടീഷൻ ചെയ്യുന്ന അത് ആ ടൈമിലാണ് അത് യൂസ് ചെയ്യുന്നത്. ഞാനൊക്കെ ചെയ്യുന്നത് തന്നെ. എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേഷൻ ചെയ്യും, എന്നിട്ട് ഉപബോധ മനസ്സിനെ പോസിറ്റീവായിട്ടുള്ള പിക്ചർ കൊടുത്ത് കണ്ടീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ചെറുപ്പത്തിലൊക്കെ ഒത്തിരി നെഗറ്റീവ് കണ്ടീഷൻ നടന്നിട്ടുണ്ട്. അത് ഞാൻ അറിയാതെ നടന്ന. പക്ഷേ ഇത് മനസ്സിലാക്കിയ ശേഷം ഞാൻ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഉപബോധ മനസ്സിൽ ആക്റ്റീവ് ചെയ്യും. ഒരു 20 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും. എന്നിട്ട് അന്നത്തെ ദിവസങ്ങളും എൻ്റെ ലൈഫിനെ പറ്റിയും ചുറ്റുപാടിനെ പറ്റിയൊക്കെ പോസിറ്റീവായിട്ടുള്ള പിക്ചർ കൊടുക്കും. അതുപോലെ ലൈഫിൽ എന്താ നേടാൻ ആഗ്രഹിക്കുന്നത്, അത് നേടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ ലൈഫ്, അതിൻ്റെ ആ ഫൈനൽ ആ എൻഡ് പ്രൊഡക്റ്റ് ആ പിക്ചർ കൊടുക്കും. ഭൂതമനുഷ്യാവത്തിൽ വർക്ക് ചെയ്യും, അത് യഥാർത്ഥമാക്കി തരും. ഇതുപോലെ ഒത്തിരി മിറാക്കിൾസ്, ഇതിന് അത്ഭുതം തന്നെ പറയാം. ഈ കഴിവ് എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഉപബോധ മനസ്സിൻ്റെ ഫങ്ഷൻസ് അറിയില്ല. ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാം, നമുക്ക് ഒത്തിരി നേട്ടങ്ങളും ഉണ്ടാവും. സാർ, ഒന്നുകൂടെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉപബോധ മനസ്സുകളുടെ അല്ല മനഃശക്തി തന്നെ നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാം ഒന്ന് കുറച്ചുകൂടെ മനഃശക്തി ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് ഈ ഉബോധ മനസ്സിൻ്റെ പ്രവർത്തനം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ആദ്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഉബോധ മനസ്സാണ് നമ്മുടെ ലൈഫിൽ നിയന്ത്രിക്കുന്നത്. ഉബോധ മനസ്സ് നമ്മൾ ജനിക്കുന്ന മുമ്പേ ഉണ്ട്. ഓക്കെ, നമ്മൾ ജനിക്കുന്ന മുമ്പേ ഉബോധ മനസ്സുണ്ട്. ഉബോധ മനസ്സിനറിയാം നമ്മളെപ്പോൾ ജനിക്കും, എപ്പോൾ മരിക്കും എന്നെല്ലാം. ഇറ്റ്സ് എ എനർജി, ഇറ്റ്സ് എ പവർ. ഓക്കെ, ഉബോധ മനസ്സിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. സാറേ, ജനനത്തിൻ്റെ മരണത്തിന് ഞാനിപ്പോൾ അതിനൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോയില്ല, എന്തായാലും പറയുവാണ്. ഇതിനൊക്കെ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. നമ്മളെ സ്വാധീനത്തിലല്ലാത്തൊരു കാര്യമാണല്ലോ അല്ലേ ജനനവും മരണവും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ അന്നേരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നു ഈ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് സ്വാധീനങ്ങൾ. ഒരുപക്ഷെ നമ്മളെ ഈ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലും? യെസ്, നമ്മുടെ ലൈഫിന് ഇൻഫ്ലുവൻസ് 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ആസ്ട്രോളജി, 2 എർത്ത് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ തച്ചുശാസ്ത്രം എന്ന് പറയും,
മൂന്നാമത്തത് നമ്മുടെ മൈൻഡ് പവർ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ. ഓക്കെ, അസ്ട്രോളജി നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഓക്കെ, ലെറ്റ് us forget about it. അതായത് ഏത് സമയത്ത് ഏത് ഗ്രഹം നമുക്ക് തോന്നുമ്പോൾ ജനിക്കാനും ഒന്നും പറ്റുന്നില്ല. അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതെ അതെ പലരും അതിൽ വിശ്വസിക്കുന്നു, പലരും വിശ്വസിക്കുന്നില്ല. ഓക്കെ, സോ ഇത് നമ്മൾക്ക് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ്ലി, എർത്ത് ഫോഴ്സ് അല്ലെങ്കിൽ തച്ചുശാസ്ത്രം. നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്, അതിൻ്റെ ഏരിയ, അതിൻ്റെ ഡയറക്ഷൻസ്, സൈസ്, കളറ്, ചുറ്റുപാടുകൾ, ഇതെല്ലാം നമ്മുടെ മൈൻഡിനെ ബാധിക്കുന്നുണ്ട്. ഈ നൈബേഴ്സ് വരെ നമ്മളെ ഇൻഫ്ലുവൻസ്, നെയ്ബേഴ്സ് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ജനറൽ ആൾക്കാരാണെങ്കിൽ അവിടുന്ന് നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് നമ്മളെ ബാധിക്കും. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ സറൗണ്ടിങ്സ്, സൗണ്ട് പൊല്യൂഷൻസ്, ഓക്കെ, പിന്നെ വെന്റിലേഷൻസ്, മാഗ്നറ്റിക് ഫീൽഡ്, ചുറ്റുപാടുള്ള മരങ്ങൾ, ഇതെല്ലാം നമ്മുടെ മൈൻഡിനെയും ശരീരത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കത് സൂട്ടബിൾ അല്ലെങ്കിൽ നമ്മളത് അവിടെ നിന്ന് മാറി വേറെ താമസിക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ മാറ്റങ്ങൾ വരുത്താം, ഇല്ലേ? പിന്നെ മൂന്നാമതുള്ളത് നമ്മുടെ ചിന്തകളാണ്, ഇല്ലേ? ദൈവം നമുക്ക് തന്നുള്ളൊരു ഫ്രീഡമാണ്, ഫ്രീഡം ടു തിങ്ക്. നമുക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. ദൈവം അതിൽ ഇന്റർഫിയർ ചെയ്യുന്നു. ഈ ഒരു സ്വാധീനത്തെ ആൾക്കാർ സാഹചര്യം, ഞാൻ ജനിച്ച സാഹചര്യം, ഞാൻ ജീവിച്ച സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് സക്സസും അല്ലെങ്കിൽ അതൊരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അങ്ങനെ പല എക്സ്ക്യൂസ് ഒക്കെ പറയാറുണ്ട്. പക്ഷെ സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാമല്ലോ. തീർച്ചയായിട്ടും മാറ്റാം. അപ്പോൾ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിന്തകൾ നമുക്ക് ഫുൾ ഫ്രീഡം തന്നേക്കാം ചിന്തിക്കാൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു മൂർച്ചയുള്ള ഒരു വാള് തരണമെങ്കിൽ ഈ വാള് കൊണ്ട് നിങ്ങൾക്ക് പലതും മുറിക്കാം. ഒരു ആപ്പിൾ മുറിക്കാം, ഒരു കഴുത്ത് മുറിക്കാം, ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും ചിന്തിക്കാം, നെഗറ്റീവായിട്ടും ചിന്തിക്കാം. പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കിട്ടും. നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇത് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ശരിയല്ലേ? അതെ അതെ, ചിന്തകൾ നമ്മളുടെ സ്വന്തം മാത്രമാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യം പറഞ്ഞു: അസ്ട്രോളജി, എർത്ത് ഫോഴ്സ് ആൻഡ് മൈൻഡ് പവർ, തോട്ട്സ്. അസ്ട്രോളജി നമ്മുടെ കയ്യിലില്ല, പക്ഷെ രണ്ട് സംഗതി നമ്മുടെ കയ്യിലാണ്: എർത്ത് ഫോഴ്സും ചിന്തകളും, ഇല്ലേ? അപ്പോൾ ആസ്ട്രോളജി നമ്മളെ മോശമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ചിന്തകളെ കറക്റ്റ് ചെയ്യാം, എർത്ത് ഫോഴ്സ് കറക്റ്റ് ചെയ്യാം, ഇല്ലേ? അപ്പോഴും ഈ രണ്ട് ഫാക്ടറുകളുണ്ട് നമുക്ക്. ഇനിയിപ്പോൾ രണ്ടും മോശമാണെങ്കിലും നമുക്ക് നമ്മുടെ ചിന്തകളെ കറക്റ്റ് ചെയ്തുകൊണ്ട് അതിനാണ് മനഃശക്തി സ്വാധീനം അല്ലെന്ന്. അതെ, ചിന്തകൾ നമ്മുടെ കയ്യിലാണ്. അത് മോശമാക്കുന്നല്ലാതെ നമ്മൾ തന്നെയാണ് ഉത്തരവാദി. ഓക്കെ, വീടിന്റെ സ്ഥാനം മോശമാണെങ്കിൽ നമ്മൾ അവിടെ കറക്ഷൻ ചെയ്യാം. അതായത് പരിതസ്ഥിതികളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഒക്കെ മോശമാണെങ്കിൽ മാറി താമസിക്കുക, അല്ലെങ്കിൽ ചിന്തകളിലൂടെ, നമ്മുടെ തോട്ട് പാറ്റേണിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് രണ്ട് സംഗതി നമ്മുടെ കയ്യിലാണ്. ഇത് കറക്റ്റ് ചെയ്താൽ മതി. അതെ അതെ അതെ. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ അസ്ട്രോളജി ഇതൊരു മോശമായിരുന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. കാരണം ഇതിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ല. കാരണം ഇത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ആൾക്കാർ ഇതുവരെ ജനിച്ചിട്ടില്ല. 100% കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള. ചിലർ ചിലപ്പോൾ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും, പക്ഷേ ഇത് 100% എപ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറില്ല, വിശ്വസിക്കാറില്ല. പക്ഷേ ചിന്തകൾ എൻ്റെ കയ്യില്ല, എർത്ത് ഫോഴ്സ് എൻ്റെ കയ്യില്ല. അതിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പം ഞാൻ എന്ത് ചെയ്ത് എൻ്റെ വീട് പണിതപ്പോഴത്തേക്കും നല്ല ലൊക്കേഷൻസ് ആൻഡ് ആർക്കിടെക്റ്റ് എല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തുണ്ടാക്കി. അപ്പോഴത്തേക്കും അതെനിക്ക് ഫേവറാണ്. പിന്നെ എൻ്റെ ചിന്തകൾ ഞാൻ പോസിറ്റീവ് ആക്കി. ഞാൻ സാധാരണ ആൾക്കാർ പോലെ ഞാനൊരു നെഗറ്റീവായിട്ടുള്ള പേഴ്സൺ ആയിരുന്നു, നെഗറ്റീവ് ചിന്തിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ ചില ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് എൻ്റെ മാക്സിമം ചിന്തകൾ നെഗറ്റീവാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കണോ അതിന് ഉത്തരവാദി ഞാനാണ്, ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് എൻ്റെ ചിന്തകൾ നെഗറ്റീവായിരുന്നു. ഇത് കറക്റ്റ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് റിസൾട്ട്സ് വരാൻ തുടങ്ങി. ഞാൻ വളരെ സക്സസ്ഫുൾ ആയ ലൈഫ് ജീവിക്കുന്നു, നല്ലൊരു ഫാമിലി ലൈഫ്, ഹാപ്പിനെസ് ഇസ് ദർ. യെസ്, ഇതെല്ലാം ഈ തോട്ട് പാറ്റേണിൽ വരുത്തിയ, അല്ലെങ്കിൽ ചിന്ത എന്ന നമ്മളുടെ തന്നെ കയ്യിലുള്ള ആയുധത്തിൽ വരുത്തിയ, അതുകൊണ്ട് ഉപയോഗിച്ചതിൻ്റെ. അതെ, എൻ്റെ എർത്ത് ഫോഴ്സ് കറക്റ്റ് ചെയ്തു, ചിന്തകൾ കറക്റ്റ് ചെയ്തു, പോസിറ്റീവ് ആൾസോ റിസൾട്ട്സ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മനസ്സിൻ്റെ നമ്മളെ പറഞ്ഞ പോലെ തോട്ട് പാറ്റേൺ. ഇനി തോട്ട്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാം? അതെ, ചിന്തകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നു പോയിക്കൊണ്ടിരിക്കുക, ഇല്ലേ? അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം പോസിറ്റീവ് നെഗറ്റീവ് ഏതാണെന്നുള്ളത്. അപ്പോൾ ചിന്തകൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ സ്ക്രീൻ ചെയ്യണം. നെഗറ്റീവും പോസിറ്റീവും എല്ലാ കാര്യങ്ങളും കേൾക്കും, ഇല്ലേ? ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന എക്സസൈസാണ്. ഒരു കുട്ടി കണ്ടു പറയും, യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ എന്ന് പറയും. അപ്പോൾ ഉടനെ കുട്ടി ഇങ്ങനെ താഴോട്ട് നോക്കും, നാണം ചളിപ്പേ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടി വിശ്വസിച്ചില്ല. അതേസമയം അതേ കുട്ടിയോട് ഞാൻ പറയും, യു ആർ ലുക്കിംഗ് സോ അഗ്ലി, നോ ഡൗട്ട് ഉടനെ വിശ്വസിച്ചു, ഇല്ലേ? അതെ അതെ. അപ്പോൾ ഇതാണ് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല. നെഗറ്റീവ് പറഞ്ഞാൽ ഉടനെ ഒരു ഡൗട്ടില്ല, അത് അക്സെപ്റ്റ് ചെയ്ത്. പിന്നെ പല സമയത്ത് നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും തല കൈവച്ചിരിക്കുക, താടി കൈവച്ചിരിക്കുക. നമ്മുടെ പാരൻസ് എന്താ പറയാറില്ല? അങ്ങനെ ഇരിക്കല്ലേ. ശരിയാണോ? അതെ അതെ. ഇല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞത്? അവർക്ക് റീസൺസ് അറിയില്ല, ഇല്ലേ? ബിക്കോസ് യുവർ മൈൻഡ് ഫോളോസ് യുവർ ആക്ഷൻ ആൻഡ് ആക്ഷൻ ഫോളോസ് യുവർ മൈൻഡ്, ബോത്ത് ദ വേസ്.
ഇപ്പം നമ്മൾ ഏതൊരു ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉപബോധ മനസ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മളൊരു ദുഃഖിതനായിട്ടാണ്. ഇപ്പം ഏതൊരു ഹാപ്പി ഉപബോധ മനസ്സിൽ ഇവന് ആവശ്യം ദുഃഖമാണ്. അപ്പം അത് വരുത്തി തരാനുള്ള കഴിവ് മൈൻഡിനുണ്ട്, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരും. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? സന്തോഷമില്ലെങ്കിലും സന്തോഷം പ്രിറ്റൻഡ് ചെയ്യുക, ബിഹേവ് ലൈക്ക് എ ഹാപ്പി പേഴ്സൺസ്. ഉപബോധ മനസ്സ് ഉടനെ അത് അക്സെപ്റ്റ് ചെയ്യും, അതിൻ്റെ നമുക്ക് ഹാപ്പിനെസ് വരുത്താനുള്ള വഴികൾ ഒരുക്കി തരും. സിമ്പിൾ തിങ്സ്. നമ്മളുടെ മൈൻഡിന്റെ ഈ പറഞ്ഞ പോലെയാണ്, മൈൻഡ് ഇൻഫ്ലുവൻസ് ദ ആക്ഷൻ ആൻഡ് ദ ആക്ഷൻ ഇൻഫ്ലുവൻസ് ദ മൈൻഡ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്. അതെ അതെ അതെ. ഇപ്പം മൈൻഡിൽ നമുക്ക് ഹാപ്പിനെസ് ആണെങ്കിൽ നമ്മൾ ചിരിക്കാറില്ലേ, തീർച്ചയായും. വിഷമങ്ങളും കരയാറില്ലേ? അതെ അതെ. ഇല്ലേ? അപ്പോൾ ആക്ഷൻ ഫോളോസ് മൈൻഡ് എന്നുള്ള നേരെ അതർ വേ ഓൾസോ. നമ്മൾ ആക്ഷൻസ് നെഗറ്റീവാണ്, ക്ഷീണിച്ച് നടന്നിരിക്കുകയാണെങ്കിൽ മൈൻഡ് എക്സൈറ്റഡ് ക്ഷീണം വരുത്തി തരും. ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കണം. എനിക്ക് ക്ഷീണം 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 ക്ഷീണമാണെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഒന്ന് ഇരിക്കാൻ തോന്നും. ഇരുന്നിട്ട് പിന്നെ പറഞ്ഞവൾക്ക് ക്ഷീണം ക്ഷീണം ക്ഷീണമാണ്, അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് കിടക്കാൻ തോന്നും, ഇല്ലേ? അതെ അതെ. അപ്പോൾ അവിടെ ക്ഷീണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്? എനിക്കെല്ലാം ഉണർവുണ്ട്, എനർജി ഉണ്ട്, ഐ എം സ്മാർട്ട്, ഐ എം എനർജറ്റിക്. ഇവിടുന്ന് നമുക്ക് കൂടുതൽ ഊർജ്ജം കിട്ടും. ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞ. ഞാൻ നേവിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ക്രോസ് കൺട്രി റേസ് ഓടണം, എല്ലാ ശനിയാഴ്ച ഒരു 10 കിലോമീറ്റർ ഓടണം. അപ്പോൾ ഞാൻ ഈ ഓടാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ലാസ്റ്റ് റോയിലായിരിക്കും ഓട്ടം. ശപിച്ചുകൊണ്ട് ഓടുന്നത്, എന്തിനാണ് നേവി ചേർന്ന്, വേണ്ടായിരുന്നു. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഞാൻ പുറകോട്ട് പോകുന്നു. ഒരു ദിവസം ബുക്ക് വായിച്ചപ്പോഴാണ് സംഗതി മനസ്സിലായത്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് എനർജി ഉണ്ട്, ചിന്തിക്കുന്ന വാക്കുകൾക്ക് എനർജി ഉണ്ട്. അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു എനർജറ്റിക്, ഐ ക്യാൻ കംപ്ലീറ്റ് ഇറ്റ്, ഐ ക്യാൻ മേക്ക് ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. ഇങ്ങനെ മനസ്സിലാവുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് എക്സ്ട്രാ എനർജി കിട്ടി. ഞാൻ അങ്ങനെ ഫ്രണ്ടിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ ആ ക്രോസ് കൺട്രി എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അപ്പം നമ്മളുടെ വാക്കുകൾ, ചിന്തകൾ, നമ്മൾ കേൾക്കുന്ന വാക്കുകൾ, നമ്മുടെ ആക്ഷൻസ്, അതുപോലെ നമ്മുടെ കമ്പനി, നമ്മൾ ആരുടെയൊക്കെ ഇടപെടുന്നത്, ദിസ് ഓൾസോ ഇൻഫ്ലുവൻസ്. നെഗറ്റീവുള്ള ആൾക്കാരുടെ എല്ലാം നമ്മൾ ജീവിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് അതിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞ ബീൻ കമ്പനി ഓഫ് പോസിറ്റീവ് പീപ്പിൾ, നെഗറ്റീവ് പീപ്പിളെ അവോയ്ഡ് ചെയ്യുക. ഒരുപക്ഷെ അത് എത്രമാത്രം പ്രായോഗികമാണെന്ന് നമുക്ക് പറയാനൊക്കില്ല. ഒരുപക്ഷെ നമ്മൾ കുടുംബാന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ സൗഹൃദ വലയത്തിലോ അതെങ്ങനെയാണ് സാർ അത് അതിജീവിക്കാൻ പറ്റും? ഇപ്പോൾ കുടുംബത്തിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള ഒത്തിരി പേരുണ്ടാവും, നമുക്ക് അവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇല്ലേ? അപ്പോൾ അവിടെ പ്രൊട്ടക്ഷൻ എടുക്കുക, മനസ്സിലാക്കുക ഈ പറഞ്ഞത് നെഗറ്റീവാണ്, ഞാനിത് സ്വീകരിക്കുന്നില്ലെന്ന് റിജക്റ്റ്. പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പല സുഹൃത്തുക്കളുടെ ഇടയിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കുടുംബാന്തരീക്ഷത്തിൽ ഈ നെഗറ്റീവ് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ആൾക്കാർ അവർ പറഞ്ഞതിനെ കൊണ്ട് ആകില്ല, പറ്റില്ല. ഇപ്പം കൊച്ചുപിള്ളേർ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇത് അറിയുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ആദ്യ ചോദ്യം എന്തായിരിക്കും? ആണാണോ പെണ്ണാണോ എന്ന്. രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കും? വെളുത്തതോ കറുത്തതോ? യെസ്, ഇല്ലേ? വെളുത്താണല്ലോ കറുത്ത ചോദിക്കേണ്ട വല്ല ആവശ്യമാണ്. കാരണം നമ്മുടെ ബിലീഫ് എന്താണ്? വെളുപ്പിനെ സൗന്ദര്യമുള്ളൂ, പിള്ളേർ വെളുത്തിരിക്കണമെന്ന്. ഇതൊരു ബിലീഫാ. ഈസ് എ ട്രൂ ബിലീഫ്? തീർച്ചയായിട്ടും അല്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് പല ബിലീഫ് ഉണ്ട്. ട്രൂത്ത് ഈസ് ഓൺലി വൺ. അപ്പോൾ ഈ കുട്ടി കറുത്തെന്ന് ഓർത്ത് പാരൻസ് കളറിലാണ്, കുട്ടി സപ്പോസ് ഇത്ര കളറില്ല. ഈ കുട്ടി വളർന്നവർ കാണുന്നവരൊക്കെ എന്താ പറയുന്നത്? അയ്യോ അപ്പം നമുക്ക് നല്ല കളർ, ഈ കുട്ടിക്ക് മാത്രം കളറില്ല. ഈ കുട്ടി ചെറുപ്പം പോലെ കേൾക്കുക, കേൾക്കുമ്പോൾ അതിന് ഫോം ചെയ്യുന്ന ഇമേജ് എന്താണ്? ഞാൻ കറുപ്പാണ്, എന്നെ കാണാൻ കൊള്ളൂല, ഐ എം നോട്ട് ബ്യൂട്ടിഫുൾ, ഇല്ലേ? അങ്ങനെ അത് കുട്ടി ഒരു സെൽഫ് ഇമേജ് ഫോം ചെയ്യാൻ, എന്നെ കാണാൻ ഒരു ഭംഗിയില്ല, ഐ എം യൂസ്ലെസ്, ഞാൻ കറുത്താണ്. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ പാരൻസിനും ചുറ്റുമുള്ളവിടെ നിന്ന് നമുക്ക് ഒത്തിരി ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പലപ്പോഴും നമുക്കൊരു സെൽഫ് ഇമേജ് ചിലപ്പോൾ ലോ സെൽഫ് ഇമേജ് ആകാം, ലോ സെൽഫ് എസ്റ്റീമിലേക്ക് കൊണ്ട് അത് പിന്നീട് ലോ സെൽഫ് എസ്റ്റീമിലേക്ക് പോവുകയും ചെയ്യും. അതെ. അപ്പം ആദ്യം പാരൻസ് സൂക്ഷിക്കണം, അവർ സംസാരിക്കുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ സൂക്ഷിക്കണം. നിന്നെ ഒന്നിനും കൊള്ളില്ല, മണ്ടൻ, വിഡ്ഢി, കഴുത, ഇല്ലേ? അപ്പുറത്തവനെ നോക്കടാ, അവൻ പഠിക്കാതെല്ലാം മിടുക്കനാണ്. ഇതൊക്കെ സാധാരണ നമ്മളെല്ലാവരും കേട്ടുള്ള ഒരു കാര്യങ്ങളാണ്, ഇല്ലേ? അതേസമയം ഇതിന് പകരം പോസിറ്റീവ്, നീ നല്ല മിടുക്കനാണ്, നിനക്കെല്ലാം കഴിവുണ്ട്, ഈ രീതിയിൽ നമുക്ക് പ്രോത്സാഹനം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും അല്ല നിൽക്കേണ്ടത്, നമ്മൾ കുറച്ചുകൂടി ഹയർ ലെവലിൽ ജീവിച്ചാൽ. വളരെ സത്യമാണ്, വളരെ സത്യമാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് നമ്മളെ സ്വാധീനങ്ങളെക്കുറിച്ചാണ്. മനഃശക്തി അല്ലെങ്കിൽ നമ്മളെ ചിന്തകളെ എന്തെല്ലാം ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത്, അതിനെ എങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാം, എങ്ങനെ നമ്മൾക്ക് അനുകൂലമായിട്ട് അത് നേടിയെടുക്കാം എന്നൊക്കെയാണ് സാർ നമ്മളോട് സംസാരിച്ചത്. വളരെ രസകരമായ ഒരു എപ്പിസോഡായിരുന്നു. വിജയരഹസ്യത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ, വിജയരഹസ്യം, ജീവൻ, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ ഇമെയിൽ വിലാസം pgms@jeevan.tv. താങ്ക് യു.